2 മിനിറ്റിൽ മാഗി ഉണ്ടാക്കാമെന്നാണ് മാഗിയുടെ കമ്പനിക്കാർ വരുന്നത്. പക്ഷേ എന്നെക്കൊണ്ട് അതൊന്നും നടക്കില്ല കേട്ടോ. വേണമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ഇത് തിന്ന് തീർക്കാനേ പറ്റും. ഞാൻ മാഗി ഉണ്ടാക്കുമ്പോൾ ഈ അലകുലത്ത് കിച്ചറ സാധനങ്ങളൊന്നും ചേർക്കാറില്ല കേട്ടോ. സാധാരണ മാഗി പൊടിച്ച് ഞാൻ ഇച്ചിരി ഒന്ന് പൊടിച്ചെടുക്കുക, ഒരു മിക്സറിൻ്റെ ആ ഒരു ടൈപ്പിലേക്ക് പൊടിച്ചെടുത്തിട്ട് വെട്ടി തിളച്ച വെള്ളത്തിലിട്ട് അത് നന്നായിട്ട് വെന്തതിന് ശേഷം അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു പാക്കറ്റ് പൊടിയില്ലേ, അതും കൂടി അങ്ങോട്ട് തട്ടിയിടും. എന്നിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. അപ്പം ഞാൻ അതിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. അതെനിക്കൊരു കഞ്ഞി ടൈപ്പിൽ കുടിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചേറെ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാനിങ്ങനെയാണ് മാഗി ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ശകല ഉപ്പും കൂടി മാഗിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ മാഗി എല്ലാം റെഡിയാക്കി ഞാൻ കഴിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് എടുത്ത് വന്നപ്പോഴുണ്ട് നമ്മുടെ മറിയാമ്മ വന്നിരുന്ന് ഭയങ്കര വിളി കേട്ടോ. അപ്പോൾ ആൾക്ക് ഞാനൊരു ശകലം മാഗി കൊടുത്തു കേട്ടോ. ഇന്ന് വീട്ടിൽ മീനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്ക് ചോറ് കൊടുത്തിട്ടൊന്നും അത്ര സംതൃപ്തി പോരായിരുന്നു. അപ്പോൾ അടുത്ത് വന്നിരുന്ന് കരഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മാഗി കൊടുത്തു. ആളത് കഴിച്ചിട്ട് പോവുകയാണ് കേട്ടോ. പോകുന്ന പോക്ക് കണ്ടിട്ട് ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് ഈ വഴിക്ക് വരത്തില്ലെന്നാണ് തോന്നുന്നത്. അതിശയം സിനിമയിൽ ലാസ്റ്റ് ആ തടിയും കൊച്ച് കടലിൽ ഇങ്ങനെ ഇറങ്ങി പോകില്ലേ, അതുപോലെയാണ് എൻ്റെ പൂച്ച മരത്തിൻ്റെ ഇടയിലൂടെ കയറിപ്പോയിട്ട് പിന്നെ അതിനെപ്പറ്റി ഒരു വിവരമില്ല കേട്ടോ. 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ വരുമായിരിക്കും. അപ്പോൾ ടാറ്റാ.